യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വിനേട്ടാ, കുളി കഴിഞ്ഞോ? ഇതെന്താ ഡ്രസ് അയൺ ചെയ്യാൻ പോവാ? ഷോപ്പിൽ പോകുമ്പോ ഇടാനുള്ള ഡ്രസ് ഞാൻ മുറിയിൽ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. മിണ്ടിയില്ലേ? ചീരു, നീ പോകാൻ റെഡിയായോ? ആ ചേച്ചി കറക്റ്റ് സമയത്ത് വന്നല്ലോ. ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു ചേച്ചി. മക്കളെവിടെ? ഭദ്ര ആർച്ചയൊക്കെ ഉറക്കമാണോ ചീരു? ഏയ്, പാലൊക്കെ കുടിച്ച് ഉഷാറായിട്ട് കളിക്കുക. ഞാൻ തിരിച്ചു വരുന്നത് വരെ സീമ ചേച്ചി വേണം അവരെ നോക്കാൻ. അതിനല്ലേ ഞാൻ വന്നേ. നിന്റെ മക്കളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം, പോരെ? ആ മതി ചേച്ചി. അച്ഛാ, സീമേച്ചി ഒന്ന് മക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഞാൻ അവർക്ക് മുത്തമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയതാ. ചീരു, ആദ്യമായിട്ട് ജോലിക്ക് പോവല്ലേ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. വിനേട്ടാ, സീമേച്ചി പോയപ്പോ ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോ വിനേട്ടനൊന്നും പറയാനില്ലേ? വിനേട്ടൻ എന്തോന്നും മിണ്ടാത്തെ? ഞാൻ പൊയ്ക്കോട്ടെ. ആഹാരമൊക്കെ കൃത്യസമയത്ത് എടുത്ത് കഴിക്കണം. ദേ, എനിക്ക് പോകാനുള്ള ടൈമായി. ഇനിയും വൈകിയ ബസ് കിട്ടില്ല. അച്ഛാ, ഞാൻ ഇറങ്ങാം. ശരി മോളെ, പോയിട്ട് വാ. മോനെ മോനെ വിനയ, മോനെ എടാ, മോനെ വിനയ, എടാ, അയ്യോ മോളെ ചിരു, ദേ വിനയൻ. അയ്യോ മോനെ വിനയ, എടാ വിനയ, മോളെ വിനയ, ചിരു, ദേ ഇവൻ മോളെ ചിരു, ദേ അയൺ ബോക്സിന്റെ ഷോക്ക് അടിച്ചെന്ന് തോന്നുന്നു. ബോധമില്ല മോളെ, എന്താ ഇപ്പൊ ചെയ്യാ? എടാ എഴുന്നേക്ക് വിനയ. വിനേട്ടാ, മോളെ വിനേട്ടോ, 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 ചിരു, വിനേട്ടോ, എനിക്ക് വിനേട്ടോ. അയ്യോ വിനേട്ടോ, എന്ത് പറ്റി? അയ്യോ, വിനയൻ എന്ത് പറ്റി ബാലേട്ടാ? ഇവന് ഷോക്ക് അടിച്ചാന്ന് തോന്നുന്നു. വിനയ, വിനയ, എഴുന്നേക്ക് വിനയ. വിനയ, മോളെ മോളെ ചിരു, എത്രയും പെട്ടെന്ന് നമുക്ക് വിനയനെ ആശുപത്രി കൊണ്ടുപോകണം. നീ വാ, പെട്ടെന്ന് വണ്ടി വിളിക്കും മോളെ. വിനയ, വിളിക്കും മോളെ. സത്യേട്ടൻ വന്നിട്ടുണ്ട് അച്ഛാ. വണ്ടി സത്യേട്ടൻ വിളിക്കും. അവൻ ആര്? ഈ നാടകം പൊളിക്കാനേ ചുമ്മാ ഒരു നമ്പർ അടിച്ചതല്ലേ. ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഷോക്കായത്. ഇനി സൂക്ഷിച്ചോ. സീമേച്ചി, ഒന്നങ്ങോട്ടിയല്ലോ, മക്കളെ കരയിക്കണ്ട. അച്ഛന്റെ മോന്റെ മനസ്സിലിരിപ്പ് ഇപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആയില്ലേ അച്ഛാ? ഇതുപോലെ പല അടവും ഇദ്ദേഹം പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. അതെല്ലാം കണക്കുകൂട്ടി തന്നെ ഞാൻ നിന്നത്. നാണമില്ലല്ലോടാ നിനക്ക്? ഇത്ര നെറിയട്ട നാടകം കളിച്ച് ഭാര്യയുടെ വഴിമുടക്കാൻ. വേണ്ട, എന്നോടുള്ള ദേഷ്യത്തിനെ അച്ഛന്റെ നേരെ വേണ്ട. തടയണമെങ്കിൽ എന്നെ തടയും.
ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ 5 മിനിറ്റ് വൈകിയ ഇവിടെ നിങ്ങളെ അന്വേഷിച്ച് പോലീസ് വരും. അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടാ ചിലങ്ക ജോലിക്ക് ഇറങ്ങിയത്. ഞാൻ പോയിട്ട് വരാച്ചാ. ഇദ്ദേഹം ഇനിയൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ശരി മോളെ. ശരി അച്ഛാ. കഷ്ടം. ഇത്രയും സമയമായിട്ട് ആരെയും കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. വിളിച്ചോ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കരൂ. നമസ്കാരം. നമസ്കാരം. വരണം രാമനാഥ, വരണം. എല്ലാവരും വരൂ. വാ വാ. ഇരിക്കൂ. എല്ലാവരും ഇരിക്കേ. പുതിയ വീട് കൊള്ളാലോ മാഷേ. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ? കുഴപ്പമില്ല. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാ. അച്ഛൻ ചോദിച്ചത് പുതിയ വീടിന്റെ രാശിയെ കുറിച്ചാ. നല്ല രാശിയുള്ള വീടാണെങ്കിലേ രഘുവിന്റെ ബിസിനസ്സൊക്കെ അങ്ങ് പച്ച പിടിക്കും. അതെ, വീടിന് രാശി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ധന. ജോലി ചെയ്യാനുള്ള മനസ്ഥിതി വേണം. അതെ, രഘുവിന് ഇഷ്ടം പോലെ ഉണ്ട്. അല്ല മാഷേ, ഈ നൂലുകെട്ട് ചടങ്ങിന് വേറെ ആരും വന്നില്ലേ? സാധാരണ ഏത് ചടങ്ങിനും ബന്ധുക്കൾ മുഴുവൻ പങ്കെടുക്കുന്നതാണല്ലോ. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. പലർക്കും പല തിരക്കുകളാ. വരുന്നവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ. അല്ലെങ്കിലും ഞങ്ങളുടെ കാര്യത്തിന് ഞങ്ങളല്ലേ ഉണ്ടാവാറുള്ളൂ. അതിപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷന് വിളിച്ചാലും പലരും വരാറില്ല. ശബരിക്ക് അത്രയൊക്കെ മതിയെന്ന് അതെല്ലാവർക്കും അറിയാം വസന്തി. അവനവന്റെ വില അവനവൻ തന്നെ കെടുത്തിയാ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായെന്നാ ധനേട്ടൻ പറഞ്ഞു വരുന്നത്? ഇവിടെ ആരുടെയും കല്യാണം എന്നല്ലോ നടക്കാൻ പോകുന്നത്. എന്റെയും ദയയുടെയും കുഞ്ഞിന്റെ നൂലുകെട്ടും പേരുവിളിക്കലും അല്ലേ. ആ ചടങ്ങിനെ ഇത്രയും പേരൊക്കെ തന്നെ അധികമാ. എങ്കിൽ പിന്നെ നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി വരണ്ടായിരുന്നില്ല വസന്തി. അച്ഛൻ മാത്രം വന്നാൽ മതിയായിരുന്നു. നിനക്കിവിടെ വരാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടായത്? അവിടെ നിന്നൊരു കാറി കയറ്റി വെച്ചു, ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. ഇവിടുന്ന് സദ്യ ഉണ്ട്, ഇവിടെ നിന്ന് കാറി കയറ്റി വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. അതൊരു ബുദ്ധിമുട്ടാണോ ധന? അച്ഛൻ ഇങ്ങനെ ധനേട്ടനെ കളിയാക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് എവിടെയും ഒരധിക പറ്റായിട്ട് നിൽക്കാൻ താല്പര്യമില്ലെന്നാ ധനേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം.